മെഡിക്കൽ കോളേജ് കോഴ അഴിമതി വിഷയത്തിൽ സംസ്ഥാന ബിജെപി ഘടകത്തിൽ വൻ പൊട്ടിത്തെറി. കോഴ ആരോപണത്തിൽ സംസ്ഥാന സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ കുമ്മനത്തെയും എം.ഡി. രമേശിനെയും മാറ്റിയേക്കും. കൂടാതെ ആർഎസ്എസ് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമുള്ള അഴിച്ചുപണിയും പാർട്ടി നേതൃതലത്തിൽ ഉണ്ടാകും. അതേസമയം കോഴ വിവാദത്തിൽ അഴിമതിക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശനും ബി.ഡി.ജെ.എസ് സംസ്ഥാന അധ്യക്ഷനും ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് കത്ത് നൽകി. എന്നാൽ തന്നെ മനഃപൂർവ്വം ചില നേതാക്കൾ കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി എം.ഡി. രമേശും കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചിട്ടുണ്ട്. സുനിൽ അരിമാനൂർ ചേരുകയാണ് വിവരങ്ങളുമായി. സുനിൽ, മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദാംശങ്ങൾ. ബിജെപി സംസ്ഥാന നേതൃത്വമാകെ വൻ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുകയാണ്. ഒരു വിഭാഗം നേതാക്കളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് കോഴ അഴിമതി ചർച്ച ചെയ്യാനുള്ള ബിജെപി സംസ്ഥാന കോർ കമ്മിറ്റി യോഗം മാറ്റിവെച്ചത്. നാളെ സംസ്ഥാന ഭാരവാഹികളുടെയും ജില്ലാ ഭാരവാഹികളുടെയും യോഗമാണ് തലസ്ഥാനത്ത് ചേരുക. മെഡിക്കൽ കോഴ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആർ.എസ്. വിനോദിനെതിരെ മാത്രം പാർട്ടി നടപടി ഒതുക്കാൻ മുരളീധരപക്ഷം നേതാക്കൾ യോഗത്തിൽ അനുവദിക്കുകയില്ല. റിപ്പോർട്ട് ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് അത് പുറത്താക്കാൻ വഴിയൊരുക്കിയെന്ന ആരോപണത്തിന് വിധേയനായ കുമ്മനം രാജശേഖരനെയും റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശമുള്ള എം.ടി. രമേശിനെയും നീക്കുന്ന കാര്യവും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട്. ബിജെപിയിലേക്ക് ആർ.എസ്.എസ് നിയോഗിച്ച പ്രചാരകന്മാരായ ഗണേശൻ, സുഭാഷ് എന്നിവർ സംസ്ഥാനത്തിന്റെ നിലവിലെ സാഹചര്യം ആർ.എസ്.എസ് പ്രാന്തപ്രചാരക് ഹരികൃഷ്ണകുമാറിനെ അറിയിച്ചു. അഴിമതിക്കാരെ പാർട്ടിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് ആർ.എസ്.എസ് നിർദ്ദേശിക്കുന്നു. അതേസമയം ബിജെപി സംസ്ഥാന നേതാക്കളുടെ കോഴ അഴിമതി വിഷയത്തിൽ കേന്ദ്രം ഇടപെട്ട് ആരോപണ വിധേയർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് എസ്.എൻ.ഡി.പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ബി.ഡി.ജെ.എസും രംഗത്തെത്തിയിട്ടുണ്ട്. നടപടി ആവശ്യവുമായി വെള്ളാപ്പള്ളിയും തുഷാർ വെള്ളാപ്പള്ളിയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ തിളക്കത്തിന് മങ്ങലേൽപ്പിക്കുന്ന നടപടിയാണ് ബിജെപി സംസ്ഥാന നേതൃത്വം കൈക്കൊള്ളുന്നതെന്നാണ് വെള്ളാപ്പള്ളി കത്തിൽ പറയുന്നത്. പാർട്ടി പ്രസിഡന്റ് കുമ്മനം രാജശേഖരനെ പാർട്ടി ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടു. അതേസമയം മെഡിക്കൽ കോഴ അഴിമതി വിഷയത്തിൽ വിജിലൻസ് ഡയറക്ടർ പ്രഖ്യാപിച്ച അന്വേഷണം ആരംഭിച്ചു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന്റെ എസ്.പിക്കാണ് അന്വേഷണ ചുമതല. പ്രാഥമിക അന്വേഷണത്തിന് ശേഷമാകും എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമോ എന്ന കാര്യത്തിൽ ഡയറക്ടർ തീരുമാനമെടുക്കുക. ഇതിനിടെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുവെന്നും ഒരു വിഭാഗം നേതാക്കൾ തനിക്കെതിരെയുള്ള ആരോപണം പ്രചരിപ്പിക്കുന്നുവെന്നും കാട്ടി എം.ടി. രമേശ് ദേശീയ അധ്യക്ഷൻ അമിത്ഷായ്ക്ക് കത്തയച്ചിരിക്കുകയാണ്. നേതൃത്വത്തിന് ശനിയും പാർട്ടിക്ക് കലിയും ബാധിച്ച ഈ സമയത്തെ എങ്ങനെ മറികടക്കണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സംസ്ഥാന ബിജെപി നേതൃത്വം. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെഡിക്കൽ കോളേജ് കോഴയ്ക്കു പിന്നാലെ ജില്ലാ കമ്മിറ്റികളിലും സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതി ബിജെപി സംസ്ഥാന ഘടകത്തിന് വലിയ തിരിച്ചടിയാകുന്നു. 7 ജില്ലാ കമ്മിറ്റികൾക്കെതിരെയാണ് കേന്ദ്ര നേതൃത്വത്തിന് പരാതി ലഭിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് കോഴ ആരോപണത്തിൽ അടിത്തറ ഇളകിയ ബിജെപി കേരള ഘടകത്തെ പ്രതിരോധത്തിലാക്കി കൂടുതൽ അഴിമതി ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. കോഴിക്കോട് നടന്ന ദേശീയ കൌൺസിൽ യോഗ നടത്തിപ്പിലടക്കം അഴിമതി നടന്നുവെന്ന പരാതികൾ കേന്ദ്ര നേതൃത്വത്തിന് ലഭിച്ചു കഴിഞ്ഞു. ഇതടക്കം 7 ജില്ലാ കമ്മിറ്റി നേതാക്കൾക്കെതിരെ കേന്ദ്രത്തിന് പരാതി ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലാ കമ്മിറ്റികൾക്കെതിരെയാണ് കേന്ദ്രത്തിന് പരാതികൾ ലഭിച്ചിട്ടുള്ളത്. തൃശൂർ, കൊല്ലം ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെയും പരാതി പോയിട്ടുണ്ട്. എല്ലായിടത്തും സാമ്പത്തിക ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്. കോഴിക്കോട് നടന്ന ദേശീയ കൌൺസിൽ യോഗ നടത്തിപ്പിലെ അഴിമതി അന്വേഷിക്കാൻ കേന്ദ്ര നേതാക്കൾ കേരളത്തിലെത്തും. കേരളത്തിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ നടത്തിവരുന്നതിനിടയിലാണ് അഴിമതി കഥകൾ ഒന്നൊന്നായി പുറത്തുവരുന്നത്. ഇത് ബിജെപി കേരള നേതൃത്വത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയുമാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറത്തും ബിജെപിയിൽ കോഴ ആരോപണം. ബിജെപി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രശ്മിൽ നാഥിനെതിരെ കോഴ വാങ്ങിയെന്ന് പരാതി. ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്ത് മഞ്ചേരി സ്വദേശിയിൽ നിന്നും 10 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി. മഞ്ചേരി സിഐ രശ്മിൽ നാഥിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പരാതി അന്വേഷിക്കാൻ ബിജെപി മലപ്പുറം ജില്ലാ കമ്മിറ്റി അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു. മഞ്ചേരി സ്വദേശിയായ ഔസേപ്പിൽ നിന്ന് 10 ലക്ഷം രൂപയാണ് ബിജെപി മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രശ്മിൽ നാഥ് കൈക്കൂലി വാങ്ങിയത്. ബാങ്ക് ജോലിക്കുള്ള റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട മകന് വേണ്ടി ജോലി വേഗത്തിൽ തരപ്പെടുത്തി നൽകാമെന്ന് പറഞ്ഞായിരുന്നു കോഴ. 10 ലക്ഷം രൂപയുടെ തട്ടിപ്പു കേസായതിനാൽ സിഐ നേരിട്ട് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചു. ബിജെപി നേതാക്കൾ ഇടപെട്ട് കേസൊതുക്കാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. ഇതിനിടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം തന്നെ നേരിട്ട് കമ്മിറ്റിക്ക് പരാതി നൽകിയതോടെ പരിഗണിക്കാതിരിക്കാൻ ജില്ലാ കമ്മിറ്റിക്കു കഴിഞ്ഞില്ല. 2 അംഗ അന്വേഷണ കമ്മീഷനെ ഇതിനായി ബിജെപി ചുമതലപ്പെടുത്തി. പരാതിയെക്കുറിച്ച് ജില്ലാ നേതൃത്വം സംസ്ഥാന കമ്മിറ്റിയെയും ധരിപ്പിച്ചിട്ടുണ്ട്. കേസിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പറയരുതെന്നും പണം പൂർണ്ണമായും തിരിച്ചു നൽകാമെന്നും നേതാക്കൾ ഔസേപ്പിനോട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താനൂരിലെ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു അഡ്വക്കേറ്റ് രശ്മിൽ നാഥ്. കെ.ടി. സ്വാലിഹ്, മലപ്പുറം.
മെഡിക്കൽ കോളേജിന് കോഴ വാങ്ങിയ ബിജെപിയുടെ നടപടി മെഡിക്കൽ കുംഭകോണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത് ബിജെപിയുടെ ആഭ്യന്തര പ്രശ്നമല്ലെന്നും നിഷ്പക്ഷമായ അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും കോടിയേരി പ്രതികരിച്ചു. മെഡിക്കൽ കോളേജ് അഴിമതി വിഷയം കേവലം ബിജെപിയുടെ ആഭ്യന്തര വിഷയമല്ലെന്നും ബിജെപിയുടെ ദേശീയ കുംഭകോണത്തിന്റെ ഭാഗമാണെന്നും കോടിയേരി പറഞ്ഞു. ദേശീയ നേതാക്കൾ ഉൾപ്പെട്ട അഴിമതിയാണ് നടന്നത്. സംസ്ഥാന നേതാവിനെ പുറത്താക്കിയതിലൂടെ ഇത് തെളിഞ്ഞെന്നും കോടിയേരി വ്യക്തമാക്കി. രാജ്യത്തെ 70 കോളേജുകളിൽ നിന്നും ബിജെപി ദേശീയ നേതാക്കളടക്കം പണം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയ ഏജൻസി ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നും കോടിയേരി ആവശ്യപ്പെട്ടു. ദേശീയ തലത്തിൽ കേന്ദ്ര ഭരണവുമായി ബന്ധപ്പെട്ടൊരു കുംഭകോണമായതുകൊണ്ട് കേന്ദ്രതലത്തിൽ തന്നെ ഉള്ളൊരു അന്വേഷണം നടത്താൻ കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ സന്നദ്ധമാകണം. ദേശീയ തലത്തിൽ നടക്കുന്ന ബിജെപിയുടെ കുംഭകോണത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഫലപ്രദമായ ഒരു അന്വേഷണം നടത്തി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുതകളും പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സന്നദ്ധമാകണം. 120 കോടി രൂപ കേരളത്തിൽ നിന്നും പിരിക്കണമെന്ന അമിത്ഷാ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായ അഴിമതിയാണ് നടന്നത്. ഇപ്പോൾ പുറത്തുവന്നത് അഴിമതിയുടെ മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്നും കോടിയേരി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിൽ ഇന്നും ലോക്സഭയിൽ പ്രതിഷേധം. വിഷയം സഭയിൽ ഉന്നയിക്കാൻ അനുവദിക്കാത്ത സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ഇടത് എംപിമാർ സഭയുടെ നടുത്തളത്തിലിറങ്ങി. ചോദ്യോത്തരവേളയിൽ അഴിമതി ഉന്നയിച്ച സമ്പത്ത് എംപിയുടെ മൈക്ക് സ്പീക്കർ ഓഫ് ചെയ്തു. ശൂന്യവേളയിലും സമയം അനുവദിച്ചില്ല. തുടർന്ന് ഇടത് എംപിമാർ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. കേരളത്തിൽ ബിജെപി നേതാക്കൾ നടത്തിയ മെഡിക്കൽ കോളേജ് കോഴ തുടർച്ചയായി 2ാം ദിവസവും ലോക്സഭയെ സ്തംഭിപ്പിച്ചു. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് MP രാജേഷ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ശൂന്യവേളയിൽ അവതരിപ്പിക്കാനും സമയം ചോദിച്ചു. എന്നാൽ ഇത് രണ്ടും സ്പീക്കർ നിരസിച്ചു. ഇതോടെ ഇടതെമ്പിമാർ സഭയുടെ നടുത്തളത്തിലിറങ്ങി. കർഷക പ്രതിസന്ധി ഉയർത്തി കോൺഗ്രസ് എംപിമാരും പ്രതിഷേധിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ സ്പീക്കർ സഭ നിർത്തിവച്ചില്ല. തുടർന്ന് ചോദ്യോത്തരവേളയിൽ സമ്പത്ത് MP വിഷയം ഉന്നയിച്ചു. is spreading like the vector-borne diseases. Quite recently, it has been reported from my state and from my own constituency. Yes, Madam Speaker. എന്നാൽ ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുൻപ് സ്പീക്കർ സുമിത്ര മഹാജൻ സമ്പത്ത് എംപിയുടെ മുമ്പിലെ മൈക്ക് ഓഫ് ചെയ്തു. അതേസമയം രാജ്യസഭയിൽ സമാജ്വാദി അംഗം നരേഷ് അഗർവാളിനെതിരെ സംഘപരിവാർ സംഘടനകൾ നടത്തിയ ആക്രമത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം രാജ്യസഭയിൽ പ്രതിഷേധിച്ചു. ഹിന്ദു ദൈവങ്ങളെ അഗർവാൾ സഭയിൽ അപമാനിച്ചുവെന്ന് കാട്ടി യുവമോർച്ച പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വീട് ആക്രമിച്ചതിനെതിരെ നടപടിയെടുക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കൂടാതെ അഗർവാളിന്റെ പ്രസ്താവന ചർച്ച ചെയ്യരുതെന്ന് റൂളിംഗ് നൽകിയിട്ടും ചില ചാനലുകൾ ഇത് ചർച്ച ചെയ്തു. ഇതുവഴി അംഗത്തിന്റെയും സഭയുടെയും അവകാശം ലംഘിക്കപ്പെട്ടതായും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ തെളിവ് നൽകാതെ നടപടി സ്വീകരിക്കില്ല എന്ന ഉപാധ്യക്ഷൻ PJ കുര്യന്റെ മറുപടി പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കി. സഭ അല്പസമയം നിർത്തിവച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. മെഡിക്കൽ കോളേജ് കോഴ വിവാദത്തിനു പിന്നാലെ സംസ്ഥാന BJP നേതൃത്വത്തിന്റെ മുഴുവൻ സാമ്പത്തിക ക്രമക്കേടുകളിലും ദേശീയ നേതൃത്വം അന്വേഷണം ആരംഭിച്ചു. കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെട്ട സമിതിക്കാണ് അന്വേഷണ ചുമതല. ഇടനിലക്കാരൻ സതീഷ് നായരും സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനും തമ്മിലുള്ള ബന്ധവും ദേശീയ നേതൃത്വം പരിശോധിക്കും. കോടികളുടെ കോഴ ഇടപാട് BJP ദേശീയ നേതൃത്വത്തെ വൻ പ്രതിരോധത്തിലാക്കി. ഈ പശ്ചാത്തലത്തിലാണ് വിശദമായ അന്വേഷണത്തിന് കേന്ദ്ര നേതൃത്വം തയ്യാറായത്. കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള H. രാജ, കേന്ദ്രമന്ത്രിമാരായ JP നഡ്ഡ, രാജീവ് പ്രതാപ് റൂഡി എന്നിവർ കോഴ വിവാദം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. BJP സംസ്ഥാന നേതൃത്വം നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളും കേന്ദ്രം പരിശോധിക്കും. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ കേരള സന്ദർശന വേളയിലും BJP സംസ്ഥാന നേതൃത്വം വൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ കണ്ടെത്തൽ. MT രമേശ് പ്രതിക്കൂട്ടിലായ ഉൾപാർട്ടി റിപ്പോർട്ട് ചോർന്നതിൽ മുൻ അധ്യക്ഷൻ V. മുരളീധരന്റെ പങ്കും കേന്ദ്ര സമിതിയുടെ അന്വേഷണ പരിധിയിൽ വരും. റിപ്പോർട്ട് V. മുരളീധരനുമായി അടുത്ത ബന്ധമുള്ള K. സുഭാഷ് വഴി ചോർന്നുവെന്നാണ് ദേശീയ നേതൃത്വം സംശയിക്കുന്നത്. കോഴ നൽകിയ രാകേഷ് ശിവരാമന് കുമ്മനം രാജശേഖരനുമായുള്ള ബന്ധങ്ങളും അന്വേഷിക്കും. ഇടനിലക്കാരൻ സതീഷ് നായർ മുഖാന്തരം സംസ്ഥാന നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളവർ കൂടുതൽ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സതീഷ് നായരുടെ സഹോദരൻ അയ്യപ്പദാസിനെയാണ് കുമ്മനം സംസ്ഥാന അധ്യക്ഷ പദവി ഏറ്റെടുത്തപ്പോൾ വിശ്വ ഹിന്ദു നേതൃത്വം ഏൽപ്പിച്ചത്. ദേശീയ നേതൃത്വത്തിന്റെ പ്രതീക്ഷകളെല്ലാം കോഴ വിവാദത്തിൽ തച്ചു തകർത്ത സാഹചര്യത്തിൽ സംസ്ഥാന നേതൃമാറ്റമാണ് കേന്ദ്രം കാണുന്ന ഉടനടിയുള്ള പരിഹാരം. മനുശങ്കർ, ദില്ലി. BJP മെഡിക്കൽ കോഴയിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷണം ആരംഭിച്ചതായി DGP ലോക്നാഥ് ബെഹ്റ. അന്വേഷണ സംഘത്തെ ഇന്നലെ തന്നെ നിയോഗിച്ചിരുന്നതായും DGP വ്യക്തമാക്കി. ഇന്നലെ ആ പെറ്റീഷൻ എനിക്ക് കിട്ടി. ഒരു പെറ്റീഷൻ കിട്ടി. അത് ഞാൻ ഓർഡർ കൊടുത്തു എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് വിജിലൻസിൽ. അത് വിജിലൻസ് മേധാവി ആയിട്ട്, നോട്ട് ആസ് പോലീസ് മേധാവി.
ഞാനൊരു എൻക്വയറി ചെയ്യാൻ വേണ്ടി കൊടുത്തു. No, today onwards they will start. They will start the inquiry from today. ബിജെപി നേതാക്കൾ ഉൾപ്പെട്ട മെഡിക്കൽ കോളേജ് കോഴ പുറത്തുവന്നത് മഞ്ഞുമലയുടെ ചെറിയ ഭാഗം മാത്രമാണെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട്. അഴിമതിമുക്ത ഭാരതമെന്ന് പറഞ്ഞവർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചെന്നും വൃന്ദ കാരാട്ട്. അഴിമതിക്കെതിരെ സംസ്ഥാന സർക്കാർ ഉചിതമായ നടപടിയെടുക്കുമെന്നും വൃന്ദ കാരാട്ട് കോഴിക്കോട് പറഞ്ഞു. The BJP talks about scam-free India, but the BJP itself is full of scams, and this is only the tip of the iceberg. So many BJP leaders in Kerala and the rest of India also are utilizing their positions to make money for personal benefit, and we hope that these people will be punished. നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണത്തെ പ്രശംസിച്ച് നടൻ വിനായകൻ ദിലീപിന്റെ അറസ്റ്റ് പോലീസിന്റെ മണ്ടത്തരമായി കാണുന്നില്ലെന്നും എല്ലാവർക്കും അവരവരുടെ താൽപര്യങ്ങളുണ്ട്, ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങൾ സിനിമാ മേഖലയ്ക്ക് നല്ലതിനെന്നും വിനായകൻ പ്രതികരിച്ചു. പ്രശ്നമല്ലേ, അപ്പൊ പോലീസ് അങ്ങനെ ഒരു പൊട്ടത്തരം ചെയ്യോ? ശരിയാണെന്ന് പറയാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഇതേപോലെ തന്നെ പൊട്ടത്തരം ചെയ്തിട്ട് പിന്നീട് ശരിയാക്കപ്പെട്ടിട്ടുണ്ട്. ശരിയാക്കപ്പെടില്ല, എപ്പോഴും അത് ശരിയാക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമുക്ക് കാണാം. പക്ഷെ ചില ചിഹ്നങ്ങൾ തെറ്റാം. എനിക്ക് ഭാഷയില്ല, ഞാൻ ചിഹ്നങ്ങളിൽ സംസാരിക്കണോണ്ട് ചിഹ്നങ്ങൾ ചിലപ്പോൾ തെറ്റായിട്ട് തോന്നാറുണ്ട് എനിക്ക്. അതെ, ഞാൻ ഇപ്പൊ ഒരു ഒരാഴ്ചയായിരുന്നു തോന്നുന്നത്. 10 ദിവസമല്ലേ? ഒരാഴ്ചയായിട്ട് എനിക്ക് വലിയ അപ്ഡേറ്റ് ഇല്ല. ഞാൻ ഇന്നിപ്പോ രാവിലെ ചോദിച്ചു, അവാർഡ് ഇത് കിട്ടിയിട്ടില്ലെന്ന് തോന്നണേ. അല്ലേ, ബെയില് കിട്ടിയില്ല പുള്ളിക്ക്. ഇല്ല, എനിക്കറിയില്ല. ഇപ്പത്തെ 3-4 ദിവസമായിട്ട് എനിക്കറിയില്ല എന്താണ്. നടിയെ ആക്രമിച്ച കേസിലെ സുപ്രധാന തെളിവായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ നശിപ്പിച്ചതായി അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയുടെ മൊഴി. ജൂനിയറായ രാജു ജോസഫിന് മൊബൈൽ കൈമാറിയെന്നും കത്തിച്ചു കളഞ്ഞുമെന്നുമാണ് മൊഴി. അതേസമയം പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ കേസിലെ സുപ്രധാന തെളിവായതിനാൽ ഇതിനായി പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് പൾസർ സുനിയുടെ മുൻ അഭിഭാഷകനായ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ ഇവ നശിപ്പിച്ചതായി മൊഴി നൽകിയത്. ആലുവ പോലീസ് ക്ലബിലെത്തിയാണ് മൊബൈലും ദൃശ്യങ്ങളും നശിപ്പിച്ചു കളഞ്ഞതായി പ്രതീഷ് ചാക്കോ മൊഴി നൽകിയത്. പൾസർ സുനിയെ ഏൽപ്പിച്ച മൊബൈൽ തന്റെ ജൂനിയറായ രാജു ജോസഫിന് കൈമാറിയെന്നും പിന്നീട് മൊബൈൽ കത്തിച്ചു കളഞ്ഞുവെന്നുമാണ് മൊഴി. എന്നാൽ രാജു ജോസഫിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡ് കണ്ടെത്തിയിരുന്നു. ഇവയിൽ നിന്നും ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാൻ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. റിപ്പോർട്ട് വന്നതിന് ശേഷം തെളിവ് നശിപ്പിച്ച കുറ്റത്തിന് പ്രതീഷ് ചാക്കോയെയും രാജു ജോസഫിനെയും പോലീസ് അറസ്റ്റ് ചെയ്തേക്കും. പ്രതീഷ് ചാക്കോയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറിയോ എന്നും അന്വേഷിക്കും. ഇതിനായി അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. അതിനിടെ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കുന്നത് അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി. സുനിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് BA ആളൂരിന്റെ ആവശ്യപ്രകാരമാണ് വാദം കേൾക്കുന്നത് മാറ്റിവെച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ നിരന്തരം പിന്തുണയ്ക്കുന്ന PC ജോർജിന്റെ നിലപാടിന് പിന്നിൽ PC ജോർജിന്റെ മകനും നടൻ ദിലീപുമായുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധമെന്ന ആരോപണം. യൂത്ത് ഫ്രണ്ട് M ആണ് ആരോപണം ഉന്നയിച്ചത്. സംസ്ഥാനത്ത് എന്ത് വിവാദമുണ്ടായാലും അതിനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആരോപണങ്ങളുടെ നേതൃനിരയിലാണ് PC ജോർജിന്റെ സ്ഥാനം. KM മാണിക്കും PJ ജോസഫിനുമെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ കേരളം അത് കണ്ടതാണ്. എന്നാൽ സിനിമാ നടിയെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന നടൻ ദിലീപിനെ ന്യായീകരിക്കാൻ PC ജോർജ് കൊട്ടേഷൻ ഏറ്റെടുത്തതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. PC ജോർജിനും മകൻ ഷോൺ ജോർജിനും നടൻ ദിലീപുമായുള്ള റിയൽ എസ്റ്റേറ്റ് ബന്ധമാണ് ജോർജിന്റെ മനംമാറ്റത്തിന് പിന്നിലെന്ന് യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ ആരോപിച്ചു. PC ജോർജ് ഈ ദിലീപ് വിഷയത്തിലല്ലാതെ വേറെ ഏത് വിഷയത്തിലാണ് ഇവിടെ മാധ്യമപ്രവർത്തകർക്കെതിരെ, ഉദ്യോഗസ്ഥർക്കെതിരെ, ജനപ്രതിനിധികൾക്കെതിരെ, ഞാൻ പറയും സമൂഹത്തിലെ മാന്യന്മാർക്കെതിരെ ആരെങ്കിലും ചെറിയൊരു ആരോപണം പറഞ്ഞാൽ അന്നേരം അയാള് കള്ളനും കൊള്ളക്കാരനുമാണ്, അയാള് പെണ്ണുപിടിയനാണ്, അവനെ പിടിച്ച് ജയിലിൽ അടയ്ക്കണമെന്ന് പറയുന്ന ജോർജ് ഈ ഒരു വിഷയത്തിൽ മാത്രം ദിലീപിനെ ന്യായീകരിക്കാൻ കൊട്ടേഷൻ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ PC ജോർജാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. PC ജോർജിന്റെ നേതൃത്വം കൊടുക്കുന്നത് ദിലീപിനെ രക്ഷപ്പെടുത്തേണ്ട പുള്ളിയുടെ ആവശ്യം കോടാനുകോടിയുടെ ഈ പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് ബന്ധമുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. PC ജോർജ് ദിലീപ് സിനിമ മാഫിയ ബന്ധം ദുരൂഹമാണ്. നടൻ ജഗതി ശ്രീകുമാറിന്റെ അപകടത്തിലെ ദുരൂഹതയും കലാഭവൻ മണിയുടെയും ശ്രീനാഥിന്റെയും മരണത്തെക്കുറിച്ച് CBI അന്വേഷിക്കണം. വോട്ടർമാർക്കെതിരെ തോക്കെടുക്കുകയും നിയമസഭാ ക്യാന്റീൻ ജീവനക്കാരന്റെ കർണത്തടിക്കുകയും ചെയ്ത PC ജോർജിന്റെ പാർട്ടിയുടെ പേര് ജനദ്രോഹപക്ഷം എന്നാക്കണമെന്നും യൂത്ത് ഫ്രണ്ട് M ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആക്രമിക്കപ്പെട്ട നടിയുടെ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചതായുള്ള വാർത്തയുടെ അടിസ്ഥാനത്തിൽ DGPക്ക്
പരാതി. വാർത്ത ശരിയെങ്കിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള മെഡിക്കോ ലീഗോ സൊസൈറ്റിയാണ് പരാതി നൽകിയത്. ദിലീപ് അറസ്റ്റിലാകുന്നതിന് മുൻപ് പ്രദർശിപ്പിച്ചെന്നായിരുന്നു വാർത്ത. വാർത്ത ഇടപ്പള്ളിയിലെ ഒരു പ്രമുഖ ആശുപത്രിയിൽ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുവെന്നാണ് വാർത്ത. സാഹിത്യകാരൻ കെ.പി. രാമനുണ്ണിക്ക് ഭീഷണിക്കത്ത്. 6 മാസത്തിനുള്ളിൽ മതം മാറിയില്ലെങ്കിൽ കൈയും കാലും വെട്ടുമെന്നാണ് ഭീഷണി. രാമനുണ്ണി പോലീസിൽ പരാതി നൽകി. ഒരാഴ്ച മുമ്പാണ് കെ.പി. രാമനുണ്ണിക്ക് ഭീഷണിക്കത്ത് ലഭിച്ചത്. നോമ്പുകാലത്ത് രാമനുണ്ണി ഒരു പത്രത്തിലെഴുതിയ ലേഖനം ഇസ്ലാമിക വിരുദ്ധമാണെന്നാണ് കത്തിൽ പറയുന്നത്. അധ്യാപകൻ ജോസഫിന്റെ കൈവെട്ടിയ അനുഭവം രാമനുണ്ണിക്കുണ്ടാകുമെന്നും കത്തിൽ ഭീഷണിപ്പെടുത്തുന്നു. രാമനുണ്ണി ഇസ്ലാം മതത്തിലേക്ക് മാറണമെന്നും ഇല്ലെങ്കിൽ എഴുതുന്ന വലത് കൈയും ഇടത് കാലും വെട്ടിക്കളയുമെന്നും കത്തിലുണ്ട്. 6 മാസത്തിനുള്ളിൽ മതം മാറിയില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഊമക്കത്തിലുടനീളം മതസ്പർദ്ധ വളർത്തുന്ന വാചകങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എഴുതിയത് ഇത് ഇസ്ലാമിന്റെ പേരിലുള്ള ഭീകരവാദികൾ അല്ലെങ്കിൽ ഹിന്ദുവിന്റെ പേരിലുള്ള ഭീകരവാദികൾ ഏത് കൂട്ടർക്കും ഇത് എഴുതാവുന്നതാണ്. ഇവര് ക്രിമിനൽസ് ആയിട്ടേ കാണുന്നുള്ളൂ, മതമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഭീഷണിക്കത്ത് സംബന്ധിച്ച് കെ.പി. രാമനുണ്ണി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ചെമ്പനോടിയിൽ കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വില്ലേജ് ഓഫീസർക്കും തഹസിൽദാർക്കുമെതിരെ നടപടിക്ക് ശുപാർശ. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് റവന്യൂ മന്ത്രിക്ക് കൈമാറി. വില്ലേജ് അസിസ്റ്റന്റ് സുരേഷ് തോമസിന്റെ ഇടപെടൽ ഫയലുകളിൽ വ്യക്തമല്ലെന്നും റിപ്പോർട്ടിലുണ്ട്. രാജ്യത്തെ ഞെട്ടിച്ച അംബാനിയുടെ പ്രഖ്യാപനം. ജിയോ പുതിയ സൗജന്യ 4G ഫീച്ചർ ഫോൺ അവതരിപ്പിച്ചു. പുതിയ ഫീച്ചർ ഫോൺ വില 1500 രൂപയാണ്. 3 വർഷത്തിന് ശേഷം 1500 രൂപയും തിരിച്ചു നൽകുമെന്നാണ് അംബാനിയുടെ വാഗ്ദാനം. 153 രൂപ പ്രതിമാസ നിരക്കിൽ സൗജന്യ കോളും ഡേറ്റയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക ടെലികോം ചരിത്രത്തിലെ ആദ്യ സൗജന്യ 4G സ്മാർട്ട് ഫോൺ എന്ന അവകാശവാദവുമായാണ് റിലയൻസ് പുതിയ ജിയോ ഫോൺ പുറത്തിറക്കിയത്. സൗജന്യമായി നൽകുമെന്ന് പറയുന്നുണ്ടെങ്കിലും ഉപഭോക്താക്കൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് എന്ന നിലയിൽ 1500 രൂപ നൽകണം. ഇത് 3 വർഷത്തിന് ശേഷം തിരിച്ചു നൽകും എന്നുമാണ് കമ്പനിയുടെ അവകാശവാദം. മുംബൈയിൽ നടന്ന ചടങ്ങിൽ കമ്പനി ചെയർമാൻ മുകേഷ് അംബാനിയാണ് ഫോൺ പുറത്തിറക്കിയത്. ഇന്ത്യയിലെ 50 കോടി സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളുടെ ജീവിതത്തെ മാറ്റുന്ന വിപ്ലവമാണ് ജിയോ ഫോണെന്ന് റിലയൻസ് അവകാശപ്പെടുന്നു. ജിയോ ഫോൺ ഉപഭോക്താക്കൾക്ക് ഫ്രീയായി വോയിസ് കോളുകളും മെസ്സേജും ലഭിക്കും. ഓഗസ്റ്റ് 15 മുതൽ 153 രൂപയ്ക്ക് ജിയോ ഫോൺ വഴി അൺലിമിറ്റഡ് ഡാറ്റ നൽകും. വോയിസ് റെക്കഗ്നേഷൻ സിസ്റ്റം വഴി പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാണ് ഫോൺ. 512 MB റാമും 4GB ഇന്റേണൽ മെമ്മറിയുമുള്ള ഫോണായിരിക്കും ഇത്. 2.4 ഇഞ്ച് കളർ ഡിസ്പ്ലേ, ഡ്യുവൽ സിം എന്നിവയ്ക്ക് പുറമെ മൈക്രോ SD കാർഡും ഉപയോഗിക്കാം. വൈഫൈ, ബ്ലൂടൂത്ത് സൗകര്യവുമുണ്ട്. GPS സംവിധാനമുള്ള ഫോണിൽ 2000 mAh ബാറ്ററിയും ഉണ്ടായിരിക്കും. 2 മെഗാപിക്സൽ പിൻ ക്യാമറയും VGA മുൻ ക്യാമറയും ഫോണിനുണ്ടാകും. ന്യൂസ് ഡെസ്ക്. കോവളം MLA M. വിൻസെന്റിനെതിരായ വീട്ടമ്മയുടെ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു. പീഡനത്തിനിരയായതായി മൊഴി നൽകിയ വീട്ടമ്മയെ പോലീസിന്റെ ആവശ്യപ്രകാരം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. മജിസ്ട്രേറ്റിന് വീട്ടമ്മ നൽകിയ മൊഴിപ്പകർപ്പ് ലഭിക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു. MLA ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി അന്വേഷണ സംഘം സ്പീക്കറുടെ അനുമതി തേടി. ജീവൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഈ വാർത്തയിലേക്ക് വരാം. മറ്റൊരു വാർത്തയിലേക്ക്. കുറ്റക്കാരനെന്നു തെളിഞ്ഞാൽ വിൻസെന്റിനെതിരെ പാർട്ടി നടപടിയെടുക്കുമെന്ന് ഹസൻ. സംഭവം പോലീസ് അന്വേഷിക്കട്ടെ, പാർട്ടി അന്വേഷിക്കുന്നില്ലെന്നും നിരപരാധിയാണെന്ന് MLA അറിയിച്ചിട്ടുണ്ടെന്നും ഹസൻ പ്രതികരിച്ചു. തിരുവനന്തപുരം ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ ചിമ്മിനി ഇടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. മറ്റൊരാളെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂട്രലൈസേഷൻ പ്ലാന്റാണ് അപകടത്തിൽപ്പെട്ടത്. ഈ കെട്ടിടത്തെ സംബന്ധിച്ച് നേരത്തെ തന്നെ പരാതി ഉയർന്നിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന അപകീർത്തികരമായ ചിത്രങ്ങൾക്കും പോസ്റ്ററുകൾക്കുമെതിരെ കേരളവർമ്മ കോളേജ് അധ്യാപിക ദീപ നിഷാദ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തു. തൃശൂർ വെസ്റ്റ് പോലീസാണ് കേസെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും DGPക്കും ദീപ നിഷാദ് പരാതി നൽകിയിരുന്നു. മോർഫ് ചെയ്ത അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്ന കാവിപ്പട, ഔട്ട്സ്പോക്കൺ എന്നീ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾക്കെതിരെയാണ് സ്ക്രീൻഷോട്ടുകൾ സഹിതം പരാതി നൽകിയത്. മുൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് അഡീഷണൽ ഡയറക്ടർ വി. രാജശേഖരൻ രചിച്ച സർവീസ് സ്റ്റോറിയായ വെള്ളക്കെട്ടിടത്തിൽ വെള്ളാനകൾക്കൊപ്പം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. പർവി പബ്ലിക്കേഷൻസ് പ്രസാധകരായ പുസ്തകം രസകരമായ നിരവധി മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. പുസ്തകത്തിന്റെ പ്രകാശനം മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ഡി. ബാബു പോൾ കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസിന് നൽകി നിർവഹിച്ചു. മീഡിയ അക്കാദമി ചെയർമാൻ RS ബാബു അധ്യക്ഷനായ ചടങ്ങിൽ ഏഷ്യാനെറ്റ് ചീഫ് എഡിറ്റർ MG രാധാകൃഷ്ണൻ, G. ശേഖരൻ നായർ, മുതുകുളം സുകുമാരൻ, C. ഫാലലോചനൻ നായർ എന്നിവർ ആശംസകൾ നേർന്നു. C. രവിവർമ്മ പുസ്തകം പരിചയപ്പെടുത്തി.
മലബാർ വാച്ചസിന്റെ നവീകരിച്ച കൊല്ലം ഷോറൂം കൊല്ലം മേയർ അഡ്വക്കേറ്റ് വി രാജേന്ദ്ര ബാബു ഉദ്ഘാടനം ചെയ്തു. മലബാർ ഗ്രൂപ്പ് കോർപ്പറേറ്റ് ഹെഡ് ഷാജി കക്കോടി, മലബാർ വാച്ചസ് ഹെഡുമാരായ വിശ്വനാഥൻ, സിബിൻ അലി ഹസൻ തുടങ്ങിയവർ പങ്കെടുത്തു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമിനോട് ചേർന്നാണ് വാച്ചസിന്റെ ഷോറൂം. കേരളം, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ 13 നഗരങ്ങളിലായി മലബാർ വാച്ചസിന് ഷോറൂമുകളുണ്ട്. ലോകപ്രശസ്ത സ്വിസ് ആഡംബര ബ്രാൻഡുകളായ റാഡോ, ടിസ്റ്റോ, ജനപ്രിയ ബ്രാൻഡുകളായ സ്വീക്കോ, മേക്കൻ ഹോപ്സ്, ഫോസിൽ, ടൈമെക്സ് തുടങ്ങിയ ബ്രാൻഡുകളും ലഭ്യമാണ്. കൂടാതെ സർവീസ് സെന്ററുകളും ഒപ്പമുണ്ട്.